നെക്സ്റ്റ് ടോപ്പിക്കാണ് ബൈനോമിയൽ അറേസ്. ബൈനോമിയൽ അറേസ് എന്ന് പറഞ്ഞൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഗ്രേറ്റിംഗ് ലോബ്സിന്റെ കേസ് പറഞ്ഞില്ലായിരുന്നു. ഗ്രേറ്റിംഗ് ലോബ്സിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ ലോബിനോടൊപ്പം തന്നെ നമ്മുടെ സൈഡ് ലോബ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കേസാണ് നമ്മൾ ഗ്രേറ്റിംഗ് ലോബ്സ് എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് അതിനകത്ത് തന്നെ ആ സൈഡ് ലോബ്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കാര്യം യൂസ് ചെയ്യാൻ, ടേപ്പറിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് യൂസ് ചെയ്യാം. ടു റെഡ്യൂസ് ദ സൈഡ് ലോബ് ലെവൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ടേപ്പറിംഗ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അറയാണ് ബൈനോമിയൽ അറേ എന്ന് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു യൂണിഫോം അറയുണ്ട്, നോൺ യൂണിഫോം അറയുണ്ട്. ഈക്വൽ സ്പേസിങ്, ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂണിഫോം അറയുടെ കേസ് എൻഫയർ എന്നൊക്കെ പറഞ്ഞ എൻഫയർ, ബ്രോഡ് സൈഡ്, യൂണിഫോം അറേ. ഇത് നോൺ യൂണിഫോം അറയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പൊ നോൺ യൂണിഫോം അറയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സൈറ്റേഷൻ കൊടുക്കുന്നത്, അതായത് ഇൻപുട്ട് കൊടുക്കുന്നത്, കറണ്ട് ഇപ്പം കൊടുക്കുന്നത് നോൺ യൂണിഫോം ആയിട്ട് സെയിം ആംപ്ലിറ്റ്യൂഡ് ലെവലിലായിരിക്കത്തില്ല കൊടുക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ടേപ്പറിംഗ് യൂസ് ചെയ്യുന്നുണ്ട് ബൈനോമിയലിനകത്ത്. അറേ വിത്ത് യൂണിഫോം സ്പേസിംഗ് ആൻഡ് നോൺ യൂണിഫോം എക്സൈറ്റേഷൻ ആയിരിക്കും ബൈനോമിയൽ അറേസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുക. പിന്നെ നമുക്ക് ബൈനോമിയൽ അറേസിന്റെ എക്സൈറ്റേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് എ പ്രൊപ്പോർഷണൽ ടു ബൈനോമിയൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ ബൈനോമിയൽ എക്സ്പ്രഷൻ ഒക്കെ മാത്സിനകത്തൊക്കെ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾ. ഇവിടെ അതേ രീതിയിലാണ് ഇതിന് എക്സൈറ്റേഷൻ കൊടുക്കുന്നത്. എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ മൈനസ് വൺ ദാറ്റ്സ് ഈക്വൽ ടു എ റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് ടു ഇൻറ്റു ബി ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 3 ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ എന്നിന് ഓരോരോ വാല്യൂ, ഓരോ സോഴ്സ്, എത്ര സോഴ്സുകൾ നമ്മളിപ്പോൾ മിക്കപ്പോഴും നമ്മൾ പഠിച്ചാൽ 4 സോഴ്സുകൾ വെച്ച് നമുക്ക് ഓരോരോ സോഴ്സുകൾ കൊടുക്കുമ്പോൾ അതിന്റെ ബൈനോമിയൽ കോയിഫിഷ്യൻസ് എന്താണ് നമ്മൾ നോക്കും. അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് അല്ലെങ്കിൽ എക്സൈറ്റേഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 1 മൈനസ് 1 0, 1 മൈനസ് 1 0. അപ്പൊ ഈ ഒരു ടേംസ് എല്ലാം പോയിട്ട് ഇവിടെ 1 മാത്രമായിട്ട് വരും. അപ്പൊ നമുക്ക് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു എലമെന്റ് മാത്രമേ കാണത്തുള്ളൂ, കോയിഫിഷ്യൻ. അപ്പം 1 നമ്മൾ കൊടുക്കാം. n is equal to 1 ഐസോട്രോപിക് എലമെന്റ് ആണ് അല്ലെങ്കിൽ സോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ലെവൽ എന്ന് പറഞ്ഞാൽ 1 ആയിട്ടായിരിക്കും. ഇനി നമുക്ക് അടുത്ത കേസ് നമുക്ക് 2 കൊടുത്തു നോക്കാം. n is equal to 2 എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അപ്പോൾ എന്നിന്റെ വാല്യൂ 2 ആകും. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതി, എ പ്ലസ് ബി ഹോൾ റേസ് ടു 2 മൈനസ് 1. അപ്പൊ നമുക്ക് ഇക്വേഷൻ എ റേസ് ടു 2 മൈനസ് 1 പ്ലസ് 2 മൈനസ് 1 ഇൻറ്റു എ റേസ് ടു 2 മൈനസ് 2 ആണ് 0 എന്ന് കൊടുത്തേക്കുന്നത് ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. അപ്പൊ n മൈനസ് 1 n മൈനസ് 2 ഉള്ളത് കാരണം അടുത്ത ടൈം 0 ആയി പോകും. ബാക്കിയുള്ള ടൈം ഇവിടെ എ കിട്ടും, ഇവിടെ ബി എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് രണ്ടിന്റെയും കോയിഫിഷ്യൻ എന്താ 1 1 അല്ലേ. അപ്പൊ നമുക്ക് 1 1 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ n is equal to 2 വരുമ്പോൾ കോയിഫിഷ്യൻ 1 1 ആണ്. അതുപോലെ n is equal to 3 കൊടുക്കുക. n is equal to 3 കൊടുത്തു കഴിയുമ്പോൾ എ പ്ലസ് ബി ഹോൾ റേസ് ടു n മൈനസ് 1 3 മൈനസ് 1 കൊടുത്തു. എയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. അപ്പൊ അതിന്റെ കോയിഫിഷ്യൻ എടുക്കുമ്പോൾ എന്താ 1 2 1. അപ്പൊ നമുക്ക് ഇങ്ങനെ എത്ര വേണേലും നമുക്ക് എടുക്കാൻ വേണ്ടി, ഇത് നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യണം, പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ നമ്മൾ ഇത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ എല്ലാ കോയിഫിഷ്യൻസും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾസ് നോക്കാം. എന്താണ് പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്? അപ്പൊ പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതാണ് പാസ്കൽസ് ട്രയാങ്കിൾ എടുക്കുന്നത്. എന്നിന്റെ വാല്യൂസ് കൊടുത്ത് നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ വരയ്ക്കുന്നത്. അപ്പൊ n is equal to 1 ആണെങ്കിൽ എന്തായിരിക്കും പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്? n is equal to ഇതാണ്, ഇത് എന്നിന്റെ വാല്യൂസ് കൊടുക്കുന്നതാണ് ഈ സൈഡിൽ കാണിച്ചേക്കുന്നത്. ഇപ്പൊ എന്നിന് 1 കൊടുക്കുകയാണെങ്കിൽ പാസ്കൽസ് ട്രയാങ്കിൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് 1 കൊടുത്തു. എന്നിന് 2 ആണെങ്കിൽ 1 1 കൊടുത്തു. എന്നിന് 3 ആണെങ്കിൽ 1 2 1. എങ്ങനെയാണ് 1 രണ്ടെങ്കിലും കൊടുക്കുക 1. ഇത് 1 പ്ലസ് 1 2 കൊടുത്തു. അടുത്ത എന്നിന് 4 ആണെങ്കിലോ 1 കൊടുത്തു, 1 പ്ലസ് 2 3 കൊടുത്തു, 2 പ്ലസ് 1 3 കൊടുത്തു, 1 അതുപോലെ തന്നെ കൊടുത്തു. എന്നിന് 5 ആണെങ്കിൽ നമ്മൾ എന്തായാലും 1 കൊടുത്തു, 1 പ്ലസ് 3 4, 3 പ്ലസ് 3 6, 3 പ്ലസ് 1 4 1. ഇതുപോലെ തന്നെ 6 കൊടുക്കുക, 7 കൊടുക്കുക, അങ്ങനെ എല്ലാം വേണം നമുക്ക് കൊടുക്കാം. അപ്പൊ ഇത് ഓരോന്നുമാണ് നമുക്ക് എന്താ ആംപ്ലിറ്റ്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ബൈനോമിയൽ അറേയുടെ നമ്മൾ കൊടുക്കുന്നത് കോയിഫിഷ്യൻസ്. അപ്പൊ ഇത് എപ്പോഴും എന്താ ബൈ ഡയറക്ഷണൽ പാറ്റേൺ ആയിരിക്കും. നേരത്തെ പറഞ്ഞുള്ള സൈഡ് ലോബ്സ് ഇവിടെ ഉണ്ടാവത്തില്ല. നമ്മൾ ടാപ്പറിംഗ് ഒക്കെ ഉപയോഗിച്ച് സൈഡ് ലോബ്സ് നമ്മൾ കാണുന്നത്. അപ്പൊ സൈഡ് ലോബ്സ് എന്ന് പറഞ്ഞൊരു കേസ് ഒന്നെങ്കിൽ ഇല്ലായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മൈനർ ലോബ്സ് എന്ന് പറഞ്ഞാൽ തീരെ ചെറുതായിരിക്കും. അങ്ങനെ ഒരു കാര്യം നമുക്ക് ഇവിടെ നമ്മൾ എടുക്കേണ്ട കാര്യം നമ്മളില്ല. അല്ലെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ്സ് എന്നൊക്കെ പറയുന്നത് തീരെ ചെറുതായിട്ട് വല്ലതേ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ബൈനോമിയൽ പാറ്റേൺ, ബൈഡയറക്ഷണൽ പാറ്റേൺ, ബൈനോമിയൽ അറേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക. ഇതാണ് നമ്മളുടെ കേസ്. ബൈനോമിയൽ അറേയിൽ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അനാലിസിസ് നമുക്ക് ഇവിടെ നോക്കാം.